നീളൻ മുടിയും നീലവാനിൽ അഴകുള്ള നിറപുഞ്ചിരിയും തൂകി പച്ചപ്പരവതാനികൾക്ക് മുകളിൽ പറന്നു നടന്നിരുന്ന ഒരു രാജകുമാരന്റെ കഥയാണിത്. അനേകം തലമുറകളുടെ ശ്വാസവും രക്തവും നിറച്ചു വീർപ്പിച്ചൊരു തീഗോളം ഹൃദയത്തിൽ പടർത്തിയവന്റെ കഥ. ഒടുവിൽ ആസ്വദിപ്പിച്ചതിനോളം തന്നെ നൊമ്പരവും ബാക്കിയാക്കി അത്യുന്നതങ്ങളിൽ നിന്നും ഒരനാഥനെ പോലെ പടിയിറങ്ങിയ റിക്കാർഡോ സെക്സൻ ദോസ് സാന്റോസ് ലെയ്റ്റ്. ബ്രസീലുകാർ മാത്രമല്ല, ഒരു കാൽപന്ത് പ്രേമിയും ഒരു കാലത്തും മറക്കാത്ത ഒരു വിളിപ്പേര് കൂടി ഉണ്ടായിരുന്നു അയാൾക്ക്. കാലങ്ങൾക്ക് മുൻപ് കാൽപന്ത് സ്റ്റേഡിയങ്ങളെ പ്രകമ്പനം കൊള്ളിച്ച പേര് റിക്കാർഡോ കക്ക. എതിരാളികൾ കളി ജയിക്കാനുള്ള തന്ത്രത്തിന് മുന്നേ കക്കയെ തടുക്കാനുള്ള തന്ത്രം ആദ്യം മെനഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. 1000 മെസ്സിക്ക് അരക്കക്ക എന്ന ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിരുന്ന ഒരു കാലം. ആ കാണറി പക്ഷിക്ക് ചുറ്റും എതിരാളികൾ ഒരു പരുന്തിനെ പോലെ വട്ടമിട്ടു പറന്നിരുന്ന കാലം. അവിശ്വസനീയമായ ആക്രമണശേഷി, അമ്പരപ്പിക്കുന്ന വേഗത, ഏതു വമ്പന്മാരെയും വട്ടം കറക്കുന്ന ഡ്രിബിളിംഗ് തന്ത്രങ്ങൾ, ശക്തമായ പ്രതിരോധത്തെ പോലും കീറിമുറിക്കുന്ന പാസിംഗ്, അസാമാന്യമായ മെയ്വഴക്കം, തന്ത്രപരമായ നീക്കങ്ങൾ. അങ്ങനെ പന്തുകൊണ്ടൊരു സാമ്പാ നൃത്തമാടിയിരുന്ന അയാളെ സാക്ഷാൽ പെലെ വിളിച്ചത് ദ കംപ്ലീറ്റ് ഫുട്ബോളർ എന്നാണ്. ലോക കാൽപന്ത് ഇതിഹാസങ്ങളുടെ ട്രിപ്പിൾ ക്രൗൺ എന്ന എലൈറ്റ് ക്ലബിലാണ് കക്ക എന്ന ഇതിഹാസത്തിന്റെയും സ്ഥാനം. ബ്രസീലുകാർക്ക് ഫുട്ബോൾ ഒരു കളി മാത്രമല്ല, അതവർക്ക് തങ്ങളുടെ ജീവശ്വാസമാണ്. ലാറ്റിൻ അമേരിക്കയിൽ അധിനിവേശം നടത്തിയ വെള്ളക്കാർ അവിടങ്ങളിലെ വിശപ്പ് പുരകളിലേക്ക് എറിഞ്ഞിട്ടത് അപ്പമായിരുന്നില്ല, ഒരു ഉരുളൻ പന്തായിരുന്നു. അരവേർ മുറുക്കി ലാറ്റിൻ അമേരിക്കയിലെ കുഞ്ഞുങ്ങൾ അത് തട്ടിത്തുടങ്ങി. വിശപ്പിനെ പോലും ശമിപ്പിക്കാൻ കഴിയുന്ന ഒരു മാന്ത്രികത ആ പന്തിൽ അവർ കണ്ടെത്തി. കാൽപന്ത് കളിയുടെ തത്വശാസ്ത്രം മുഴുവൻ, അതിൻ്റെ രഹസ്യങ്ങളെല്ലാം അവർ നെഞ്ചിലേറ്റി നടന്നു. കാലം ഉരുണ്ടുരുണ്ട് കാൽപന്ത് ഒരു വിശ്വ മത്സരമായി പരിണമിച്ചപ്പോൾ കാലങ്ങളായി തങ്ങൾ നേരിട്ട അവഗണനയുടെയും അപമാനത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും എല്ലാം പ്രതികാരം ആ പന്തുകൊണ്ടവർ ആടിത്തീർത്തു. പിൻകാലത്ത് തങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ബ്രസീലുകാർ ആ പന്തിൽ നിറച്ചു. ജോഗോ ബൊണീറ്റോയുടെ താളത്തിൽ ചുവടുകൾ വെച്ച് പന്തുരുളുന്ന മൈതാനത്ത് തീ പടർത്തുന്ന ഉന്മാദികളായ കാണറി തലമുറയുടെ സന്തതിയാണ് കക്കയും. ബ്രസീലിയൻ സൗന്ദര്യാത്മക ഫുട്ബോളിന്റെ അവസാന തലമുറയിലെ കണ്ണികളിൽ ഒരാൾ. ഇറ്റാലിയൻ ഭാഷയിൽ കക്ക എന്ന് പറഞ്ഞാൽ ഷിറ്റ് എന്നാണ് അർത്ഥം. എന്നാൽ താൻ ഏറെ സ്നേഹിക്കുന്ന തൻ്റെ കുഞ്ഞനിയന് റിക്കാർഡോ എന്ന് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. കുഞ്ഞുപ്രായത്തിൽ റിക്കാർഡോയെ അവൻ കക്ക എന്ന് വിളിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടും അനിയനോടുള്ള സ്നേഹം കാരണം ആ പേര് അദ്ദേഹം തുടർന്നും സ്വീകരിച്ചു. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ കക്കയ്ക്ക് ചുവപ്പ് കാർഡ് കാണേണ്ടി വന്നിട്ടുള്ളൂ. ക്ഷമയും സ്നേഹവും സൗമ്യതയും കൊണ്ട് എതിരാളികൾക്ക് പോലും പ്രിയങ്കരനായിരുന്നു കക്ക. അയാളെ നെഞ്ചിലേറ്റ് നടന്നിരുന്ന ഒരു തലമുറ നമ്മുടെ കൊച്ചു കേരളത്തിലുമുണ്ടായിരുന്നു. കാൽപന്തിനെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച ആ സുന്ദര തലമുറയിലെ പല ബ്രസീൽ ആരാധകരുടെയും ഇന്നത്തെ വാൾപേപ്പറും ഒരുപക്ഷെ കക്കയുടെ ചിത്രമായിരിക്കും. കക്കയുടെ പല സ്കില്ലുകളും ഇന്നും ആർക്കും പകർത്താനാകുന്നില്ല. അത്രത്തോളം അത്ഭുതകരമായിരുന്നു കളിക്കളത്തിൽ അയാൾ തീർത്ത മായാജാലങ്ങൾ. വേൾഡ് കപ്പ്, ചാമ്പ്യൻസ് ലീഗ്, ബാലൻഡിയോർ, ഫിഫ ബെസ്റ്റ്, കോൺഫെഡറേഷൻ കപ്പ്, ലാലിഗ, സീരിയെ, അങ്ങനെ എല്ലാ നേട്ടങ്ങളും സ്വന്തമാക്കിയിട്ടും ഒന്നും നേടാനാകാത്തവനെ പോലെ അയാൾക്ക് പടിയിറങ്ങേണ്ടി വന്നു. പലരെയും ഫുട്ബോൾ പ്രേമിയാക്കിയ കളിക്കാരൻ കൂടിയാണ് കക്ക. പരിക്കുകൾ അയാളെ വിടാതെ പിടികൂടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് പല ഇതിഹാസങ്ങളും ഒരുപക്ഷെ കക്കയ്ക്ക് മുന്നിൽ തലകുനിക്കേണ്ടി വരുമായിരുന്നു. കളിക്കളത്തിന് പുറത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കക്ക സജീവമായിരുന്നു. 2004 UN വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ അംബാസിഡറായിരുന്നു കക്ക. 2008-ലും 2009-ലും ലോകത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച 100 മനുഷ്യരുടെ പേരുകളിൽ ടൈം മാഗസിൻ കക്കയുടെ പേരും ഉൾപ്പെടുത്തിയിരുന്നു. റിക്കാർഡോ കക്ക എന്നാൽ ഒരു കാൽപന്ത് കാലത്തിൻ്റെ ഇന്നും തിളങ്ങുന്ന കനവാണ്, അതുപോലെ ഇന്നും ഉണങ്ങാത്ത കണ്ണീരുമാണ്.